ഹലോ ഗൈസ്, ഇറ്റ്സ് മീ മയൂക്ക. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നലെ മദീനമാളിൽ പോയിട്ടുണ്ടായിരുന്നു. കിസ്സസിലാണ് മദീനമാൾ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് മദീനമാളിലേക്ക് ഇറങ്ങിയത്. അവിടെ കിഡ്സ് കോർണർ ഉണ്ട്. എനിക്കും എൻ്റെ ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് കിഡ്സ് കോർണർ പോകാൻ. അപ്പോൾ ഞാൻ ഇതായി കിഡ്സ് കോർണറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കിഡ്സ് കോർണറിൽ കുറേ അൺലിമിറ്റഡ് ഫൺ ആക്ടിവിറ്റീസ്, കുറേ അങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ കുറേ സ്വിങ് അങ്ങനെ പ്രത്യേകിച്ചിട്ടില്ല, പക്ഷെ സ്ലൈഡും പിന്നെ ട്രാംപോലൈൻ അങ്ങനെ കുറേ ആക്ടിവിറ്റീസും അൺലിമിറ്റഡ് ആണ്, ഫണ്ട്സാണ് അവിടെ. അപ്പം ഇതാണ് നമ്മൾ മദീനമാൾ. നമ്മൾ പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാരിഫോർ കുറേ മാൾസ് ഉണ്ട്, കുറേ ഫുഡ് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് മദീനമാളിലേക്ക്. അപ്പോൾ ഇവിടെ കുറേ അൺലിമിറ്റഡ് ഫണ്ണാണെന്ന് പറഞ്ഞായിരുന്നില്ലേ, അപ്പം നമ്മൾ ഇവിടെ എൻട്രൻസിൽ പോകുന്നതാണ്. അപ്പോൾ ഇതിവിടെ എത്തി ഗൈസ്. ഇത് മദീനമാളിലാണ്. ഇത് ഞാനാണ് ഗൈസ്. ഹലോ, ഇത് ഞാനാണ്. ഞാനിവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നമ്മുടെ കുറേ അൺലിമിറ്റഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ചേട്ടൻ അവിടെ ചിരിച്ചത്. അപ്പം ഇതാണ് മാള്. ഇതാണ് ഞാൻ പറഞ്ഞ മാള്. ഇത് നല്ല മാളാണ്. ഇവിടെ ലബൂബു എന്ന് പറഞ്ഞൊരു ട്രെൻഡില്ലേ, ആ ടോയ് വരെ ഇവിടെ ഉണ്ട്. കാരണം അത്രക്കും നല്ല മാളാണിത്. ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ കുറേ അൺലിമിറ്റഡ് ഫണ്ട്സ് ഉണ്ടെന്ന്. പിന്നെ ഞാനിവിടെ എസ്കലേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഞാൻ ഞാനാണത്. അപ്പോൾ ഇതെല്ലാം കുറേ മാൾസിൻ്റെ അവിടെ ഒരു ചെറിയ സ്ക്രീനിൽ കാണിക്കുന്ന അതാണ് ആ കിഡ്സ് കോർണർ. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അവിടെ കാണിക്കുന്ന ആ കിഡ്സ് കോർണറാണ്. ഞാൻ എസ്കലേറ്ററിൽ നടന്നുകൊണ്ടില്ലാണ്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. അപ്പോൾ ഇതെൻ്റെ ചേട്ടനും കൂടി വന്നു എൻ്റെ കൂടെ. കാരണം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവിടെ ഞാൻ പറഞ്ഞാൽ നല്ലോണം അൺലിമിറ്റഡ് ഫണ്ട്സ് ഉണ്ട്, കുട്ടികൾക്ക് പറ്റിയ ഗെയിംസും ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഫ്ലോറിലാണ് കിഡ്സ് കോർണർ. അപ്പം നമുക്ക് കിഡ്സ് കോർണറിലേക്ക് പോവാം. ഇവിടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ട്രാവലേറ്ററിലാണ്. ട്രാവലേറ്ററല്ല, എസ്കലേറ്ററല്ല, ഇത് ട്രാവലേറ്ററാണ്. ട്രാവലേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പം ഞാനവിടെ എത്തി. എൻ്റെ അമ്മ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിവിടെ കുറേ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. കുറേ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. പിന്നെ ആൻറ്റിമാർക്കും അമ്മമാർക്കും പിന്നെ അങ്കിൾമാർക്കും കുട്ടികൾക്കും ടീനേജേഴ്സിന് എല്ലാവർക്കും പറ്റിയ ഡ്രസ്സുണ്ട്. പിന്നെ ഇതെല്ലാം മാൾസ്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലെത്തി ഗായ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ കിഡ്സ് കോർണർ. കുറേ കുട്ടികൾ പോകുന്നുണ്ട് അവിടെ. അപ്പം അവിടെ ഒരു അപ്പൂപ്പൻ പോലെ നിൽക്കുന്ന ഒരാൾ, അവിടെ അതിൻ്റെ മിഡിലാണ് ഒരു എൻട്രൻസ്. അതൊരു പെയിൻ്റ് അടിച്ചതാണ്. അവിടെ ഫേസ് പെയിൻ്റ് ഉണ്ട്. പിന്നെ ഫേസ് പെയിൻ്റ് എന്ന് വെച്ചാൽ അതിൽ ഹലോ കിറ്റി എന്തെല്ലോ വരക്കും. പിന്നെ ഇതാണ് എൻട്രൻസ്. കിഡ്സ് കോർണർ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതവിടെ ട്രാഷ് ബിൻ ഉണ്ടായതാണ്. അവിടെ അൺലിമിറ്റഡ് ഗെയിംസ് കണ്ടോ ഗൈസ്. അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ട്. ആ കുട്ടി ട്രെഡ്മില്ല് നടക്കുന്ന പോലെ അവിടെ റേസിംഗ് ഗെയിം എന്തോ കളിച്ചുകൊണ്ടുള്ളതാണ്. കണ്ടോ ഗൈസ്, അവിടെ കുറേ ഗെയിംസ് ഉണ്ട്. ഇവിടെ എന്തോ സ്കൂട്ടർ, ഇത് ഞാനാണ് ഗൈസ്. അപ്പോൾ ഞാനിവിടെ കളിച്ചുകൊണ്ടുണ്ട്. അമ്മ കാർഡ് റീചാർജ് ചെയ്യാനാണ് പോയിട്ടില്ലേ. കാർഡ് റീചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ അൺലിമിറ്റഡ് അവിടെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഔട്ട്സൈഡ് കളിക്കുന്ന സ്ഥലമാണ്. കുറേ വീഡിയോ ഗെയിംസും ഒക്കെയാണ് ഇത്. മറ്റേ ഉള്ളിൽ കയറണമെങ്കിൽ കാർഡ് വേണം. എന്ത് കളിക്കാനാണെങ്കിലും കാർഡ് വേണം. അപ്പോൾ കാർഡ് റീചാർജ് ചെയ്തിനി. അപ്പം ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ പോകുന്നതാണ് ഗായ്സ്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സ്വിങ്സ്. ഇവിടെ ഔട്ട്സൈഡ് കുറേ ഗെയിംസ് ഉണ്ട് ഗൈസ്. ട്രെയിനും പിന്നെ അത് കുട്ടികൾക്ക് പറ്റിയ ട്രെയിനാണ് ഗൈസ്. അത്ര ഫാസ്റ്റൊന്നുമില്ല, സ്ലോവും ഇല്ല, ഫാസ്റ്റും ഇല്ല, മീഡിയം. നമുക്ക് കുട്ടികൾക്ക് പറ്റിയ ട്രെയിനാണത്. ഇത് ഞാൻ അവിടെ നടന്നുകൊണ്ട് പോകുന്നത്. എക്സൈറ്റ്മെൻറ്റാണ്, നല്ലോണം എക്സൈറ്റ്മെൻറ്റാണ്. കാരണം അത്രക്കും
അത്രയ്ക്കും എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മദീന മാള്. അവിടെ കിഡ്സ് കോർണറിൻ്റെ ഉള്ളിൽ അത് നല്ല രസമാണ് ഗൈസ്. ഞാൻ അവിടെ ആ കുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുക. ആ ക്രോക്കോഡൈൽ ആ വായ വെച്ചാൽ അത് കടിക്കുന്ന ആ സാധനമാണ്. ഇതെന്ന് വെച്ചാൽ വീഡിയോ ഗെയിംസ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അവിടെ ഇൻഡോറിൽ പോയിക്കൊണ്ടിരിക്കുക. ഇതാ ട്രെയിനാണ്. ഇത് ട്രെയിനല്ല, ഇതെന്ന് വെച്ചാൽ ഒരു ബമ്പർ കാറാണ്. ഒരു ബമ്പർ കാർ പോലെ ഒരു ബീറ്റിൽ റേസർ. അതെന്ന് വെച്ചാൽ ചെറിയ കാർസ്, കുട്ടികൾക്ക് പറ്റിയ കാർസാണ്. അപ്പം അത് വർക്കിംഗ് അല്ല, അത് പൊട്ടിപ്പോയി. അപ്പം ഞാനവിടെ ഞാൻ നേരെ ഇൻഡോർ ഗെയിംസിലാണ് പോയത്. സോഫ്റ്റ് പ്ലേ എന്നാണ് ഇതിന് പറയുക. അവിടെ ഇതാക്കണ്ടോ സ്ലൈഡ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബീറ്റിൽ റേസർ. അവിടെ ഒരു മിഡിലൊരു ഗ്രാസ് ഉണ്ടാകും, അത് റൗണ്ട് ബോട്ട് പോലെയാണ്. അപ്പോൾ അതിൽ നമ്മൾ അപ്പം ഞാൻ ഉള്ളിൽ കയറി ഗായ്സ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആ മിഡിൽ കാണുന്ന അതെന്ന് വെച്ചാൽ ലാഡറാണ്. ലാഡറിൽ കയറിയിട്ട് കുറേ അഡ്വെഞ്ചർ ഉണ്ട്. ഇതാ ഹോഴ്സ് റൈഡിങ് ആണ്. അവിടെ ഒരു ബട്ടൺ ഉണ്ടാവും, അത് ഞെക്കിയാൽ അതിങ്ങനെ റൗണ്ടായിട്ട് മെല്ലെ പോകും. കുട്ടികൾക്ക് പറ്റിയ കുറേ സോഫ്റ്റ് പ്ലേ ഏരിയ ഉണ്ട്. ഇവിടെ താഴെ വീണാലും എന്തായാലും പക്ഷേ ഒന്നും ഹേർട്ടായില്ല. കാരണം അത്രയ്ക്ക് സോഫ്റ്റാണ് ഇവിടെ മറ്റേ ഗെയിം കളിക്കുന്ന ഒരു സോഫ്റ്റ് മാറ്റില്ലേ, അതവർ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും പറ്റിയ ഒന്നും കുഴപ്പമില്ല. ഇതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കയറിയിട്ട് അവിടെ സ്ലൈഡിൽ വരണം. അപ്പോൾ അവിടെ കുറേ ബോളിൽ അതിൽ നമ്മൾ വീഴും. നല്ലോണം നമ്മൾ സ്ലൈഡ് പോയാൽ അപ്പം നല്ലോണം. ഇതാണ് ഞാൻ പറഞ്ഞ സ്വിങ്. അത് ഒരാൾ ഫാസ്റ്റ് ആടിയാൽ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും ഗൈസ്. നല്ല അൺലിമിറ്റഡ് ആണ് ഇവിടെ. അവിടെ കാണുന്ന അത് സീസമാണ്. ഇത് കുറേ കുട്ടികളുണ്ട് ഗൈസ്. ഇതെന്ന് വെച്ചാൽ ഒരു ക്യൂബാണ്. അതെന്ന് വെച്ചാൽ സോഫ്റ്റ് ക്യൂബാണ്. ഇത് ഞാനാണ് ഗൈസ്. ഒരു ഷിപ്പുണ്ട് അവിടെ. ആ ഷിപ്പിൽ ഞാൻ കയറിയിട്ടിരിക്കുന്നതാണ്. ഇതെല്ലാം പാസഞ്ചേഴ്സിന് ഞാൻ വിചാരിക്കുന്ന പോലെ ഒരു ഗെയിംസ് ഞാൻ കളിക്കുന്നതാണ്. അതിൻ്റെ ബാക്കിൽ എൻ്റെ ഏട്ടനുണ്ട്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. ഇവിടെ എൻ്റെ മിഡിൽ കയറിയിട്ട് പോകുന്നു. ഞാൻ ഹായ് എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ അൺലിമിറ്റഡ് ഫണ്ട്സ് ഉണ്ട് ഗൈസ്. ഞാനിവിടെ സിപ്പ് ഒഴിച്ചോണ്ടില്ലാന്ന്. എനിക്കറിയില്ല ഞാൻ എന്തിനാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് അത്രയും അൺലിമിറ്റഡ് ഫണ്ടുണ്ട്. അവിടെ ദൂരെ കാണുന്ന അതും സ്ലൈഡ്സാണ്. ഇതെന്ന് വെച്ചാൽ സ്വിങ് ആണ്. അവിടെയും ഒരു മരത്തിൻ്റെ സ്വിങ് ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പൂച്ചയാണോ നായയാണോ എന്തോന്ന് അറിയില്ല. അത് എനിക്കറിയില്ല എന്താണെന്ന്. പക്ഷേ ഒരാൾ അത് രണ്ട് ചെവിയിലെ ഒരു സാധനം, അതിൻ്റെ ഒരു സ്വിങ്, അത് മറ്റേ മരത്തിൻ്റെ സ്വിങ്, ഇത് ഒരാളിൻ്റെ സ്വിങ്. എനിക്കറിയില്ല അതെന്താണ്. പക്ഷേ ഇത് രണ്ടും ഇതാണ്. ഇപ്പം എൻ്റെ ചേട്ടനും എൻ്റെ ഫ്രണ്ട്സും ഇരിക്കുന്ന അതാണ് ഏറ്റവും കൂടുതൽ. ഞാനും ഇരിക്കുന്നുണ്ട് അവിടെ സൈഡിൽ ഒരു പർപ്പിൾ ഡ്രസ്സ് ഇട്ട്. കണ്ടോ? അത് ഞാനാണ് ഗൈസ്. ഇതിൽ ഞാനില്ല. കാരണം ഞാൻ നടക്കുന്നതാണ്. എനിക്ക് സീറ്റ്സ് ഇല്ല, കിട്ടിയില്ല. അപ്പം നല്ല ഫാസ്റ്റാണ് ഗൈസ്. അപ്പോൾ എല്ലാ ആൾക്കാരും അതിങ്ങനെ ഓടിച്ചാൽ ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റായിരിക്കും. അപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് ക്ഷീണമായിട്ട് ഞാൻ കുറച്ച് ടയേർഡെല്ലാം ആയിട്ട് കളിച്ച് സോഫ്റ്റ് പ്ലേ അല്ലേ, അപ്പോൾ കളിച്ചിട്ട് ഞാൻ ടയേർഡായിട്ട് വന്നിട്ട് ട്രെയിനിലിരുന്നു. ഇതാണ് എല്ലാവർക്കും പറ്റിയ ട്രെയിനാണ് ഗായ്സ്. ഞാനിവിടെ വീടിക്കൊണ്ടുണ്ട്. ഞാൻ ഫസ്റ്റിലാണ് ഇരിക്കുന്നത്. വീട് കാണാൻ കുറച്ച് സ്കെയർ ഉണ്ട് ട്രെയിനിൻ്റെ. അത് ഈ കുട്ടികളുടെ ജോക്കറില്ലേ, അതുപോലെ ഉണ്ട് നാക്കാൻ. പക്ഷെ അതൊരു ടെഡി വേറെ. ഞാൻ പോയിക്കൊണ്ടിരിക്കുക. ബാക്കി സീറ്റ്സിൽ ആരുമില്ല, ആകെ ഞാൻ മാത്രം കയറിയിട്ടു. ബാക്കി എല്ലാവരെല്ലാം സോഫ്റ്റ് പ്ലേയിൽ ആ സമയത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ അൺലിമിറ്റഡ് ഇതല്ലേ. അപ്പം ഇവിടെ റൈഡ് കഴിഞ്ഞു, സ്റ്റോപ്പായി റൈഡ്. അപ്പോൾ ഞാനിവിടെ ഇറങ്ങിയിട്ട് വരുന്നതാണ് ഗൈസ്. അടിപൊളി ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു ഗൈസ്, സൂപ്പർ. പിന്നെ ഞാൻ ബമ്പർ കാറിലാണ് പോയത്. നല്ല രസമായിരുന്നു ബമ്പർ കാർ. പിന്നെ എൻ്റെ ചേട്ടൻ്റെ കൂടെ ആണ് ഞാൻ ഇരുന്നത്. ഫസ്റ്റ് എൻ്റെ ആ ഫിയറൊന്ന് പോകാൻ ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെയാണ് ഇരുന്നിട്ടുണ്ടായത്. നല്ല രസമായിരുന്നു. എൻ്റെ ചേട്ടൻ നല്ല വൃത്തിക്കോടി കൂളായിട്ട് ഓടി. ബാക്കിയുള്ളവരെല്ലാം വേറെ അവരെ ഇങ്ങനെ കുത്തിക്കൊണ്ടുണ്ടായിരുന്നു. പിന്നെയായിരുന്നു ഇപ്പം വന്നിട്ട് എൻ്റെ കാറിൽ മുട്ടിയത്. എൻ്റെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ്റെയും എൻ്റെയും നല്ല വേദനയായിരുന്നു ഗൈസ്. നല്ല വേദന എന്ന് വെച്ചാൽ നല്ല വേദനയായിരുന്നു. പിന്നെ അവിടെ ബംപ്പെന്ന് ചെയ്യുമ്പം അവിടെ ഒരു ഗേറ്റ് ഉണ്ടാവും. ഗേറ്റ് പോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ അവിടെ ആയിരിക്കും നമ്മിങ്ങനെ അവിടെ. അപ്പോൾ ആ ഗേറ്റിൽ മുട്ടിയാലും നല്ല വേദന ഉണ്ടാവും. ഇപ്പോൾ ഒരു വണ്ടിക്ക് ചെയ്താൽ വേദന ഉണ്ടാവില്ലേ, അതേപോലെയാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു ഗൈസ്.
അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫിയറൊക്കെ പോയിട്ട് ഞാൻ ഒറ്റയ്ക്കിരുന്നു ഗായ്സ്. ആ പർപ്പിൾ കാർ ഞാനാണ്. ഞാൻ പിന്നെ എൻ്റെ ചേട്ടനോട് കുറച്ച് റിവെഞ്ച് എടുത്തു ഗായ്സ്. ഞാനാണെങ്കിൽ ബം എന്ന് പറഞ്ഞിട്ട് കുത്തി എൻ്റെ ചേട്ടൻ്റെ കാറിൽ. ചേട്ടനും വന്നിട്ട് എൻ്റെ റിവെഞ്ച് എടുത്തു ഗായ്സ്. എനിക്കും വേണ്ടെടുത്തിന് എൻ്റെ ചേട്ടനും വേണ്ടെടുത്തിന് ഇതാ ഞാൻ പോയിട്ട് കുത്തി ഗായ്സ്. അപ്പോൾ ഇങ്ങനെ ഗെയിംസൊക്കെ ഞാൻ കളിച്ചുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ 20 ടിക്കറ്റ് കിട്ടി, ഈ ജാക്ക് പോട്ടിൽ 20 ടിക്കറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് അത്ര കിട്ടിയിട്ട് ഇങ്ങനെ ഓരോരോ ടിക്കറ്റ് കിട്ടും. ഇപ്പോൾ 55 ഓക്കെ, 55 കിട്ടിയാൽ ഇപ്പോൾ 55-ലൊരു പ്രൈസ് ഉണ്ടാവും. ഇപ്പം ഫ്രോസൻ്റെ വാട്ടർ ഗെയിം അങ്ങനെ കുറേ പ്രൈസസ് ഉണ്ടാവും. നമുക്ക് 20 കിട്ടിയോണ്ട് 20-ൽ ഒരു പ്രൈസും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ആ 20 ടിക്കറ്റ് ഫീഡ് ചെയ്തിട്ട് നമ്മൾ പോയി. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ പാർക്കിങ്ങിൻ്റെ അടുത്ത് നമ്മൾ കാറ് നോക്കി. C4 C3 അങ്ങനെ കുറേ കാർ പാർക്കിങ്സ് ഉണ്ടാവും. നമ്മൾ C4-ലാണ് നമ്മൾ പാർക്ക് ചെയ്തത്. പിന്നെ C4-ൽ പോയി. അപ്പം നമ്മൾ വീട്ടിലേക്ക് അങ്ങനെ പോയി, സന്തോഷിച്ചിട്ട് പോയി. നല്ല രസമായിരുന്നു ഗൈസ്. നന്ദി. പിന്നെ താങ്ക് യു. ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഗൈസ്. അത്രക്കും ഫണ്ണുണ്ടായിരുന്നു. പിന്നെ നിങ്ങളും എൻജോയ് ചെയ്യും നിങ്ങൾ പോയാൽ, കാരണം അത്രക്കും അൺലിമിറ്റഡ് ഫണ്ട്സാണ്. കുറേ റൈഡ്സ് ഉണ്ട്, പിന്നെ വീഡിയോ ഗെയിംസ് ഉണ്ട്, അങ്ങനെ ബമ്പർ കാർ ഉണ്ട്. ഞാനിപ്പോൾ ഓടിക്കുന്നതാണ് ബമ്പർ കാർ. ഇപ്പം ഞാൻ വീട്ടിലെത്തി. ഇപ്പം ഇനി ഓടിക്കാനില്ല. ഞാൻ അത് പറഞ്ഞതാണ്. ഞാൻ ആ സമയത്ത് ഓടിച്ചുകൊണ്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ ആൾക്കാർ കുത്തിക്കൊണ്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. സപ്പോർട്ട് ചെയ്യണേ. തെറ്റുണ്ടാവുമേ. ബൈ.